നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കും വീടില്ലാത്ത കുടുംബങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഏറ്റവും പുതിയ 5 പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയോടെ തുടങ്ങാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. പുസ്തകങ്ങൾ വാങ്ങുക, ഫീസ് അടയ്ക്കുക, പഠനോപകരണങ്ങൾ ഒരുക്കുക എന്നിവ പല കുടുംബങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ അർഹരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി SBI ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ആശ സ്കോളർഷിപ്പിലേക്ക് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അർഹതയുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുടെ അവസാന തീയതി സെപ്റ്റംബർ 4 അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മുഴുവൻ വായിക്കുക. ആവശ്യമായ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുക. അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. പല വിദ്യാർത്ഥികളും അവസാന ദിവസം വെബ്സൈറ്റിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ അപേക്ഷ പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ അപേക്ഷ നൽകുക. ഈ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയ്ക്ക് വലിയ സഹായമാകും. ഇനി സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന വാർത്തയാണ്. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ഘട്ടം ഘട്ടമായാണ് നടക്കുന്നത്. എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കില്ല. ബാങ്ക് അക്കൗണ്ടുകളിലൂടെയോ സഹകരണ ബാങ്കുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത വിതരണ സംവിധാനങ്ങളിലൂടെയോ തുക ലഭിക്കുന്നതിനാൽ ഓരോ പ്രദേശത്തും വിതരണ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇതുവരെ തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രാദേശിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അക്കൗണ്ടിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുക. വിതരണവുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ നഗരസഭയിലോ അന്വേഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലഭിച്ചു എന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ലഭിച്ചിട്ടില്ല എന്നും പറയുക. അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. ഇനി സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരാം. ക്യാൻസർ രോഗികൾക്കുള്ള KSRTC സൗജന്യ യാത്രാ പദ്ധതി അവസാനിച്ചു എന്ന രീതിയിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു. എന്നാൽ അധികൃതരുടെ വിശദീകരണം അനുസരിച്ച് പദ്ധതി നിർത്തിയിട്ടില്ല. സാങ്കേതിക സംവിധാനത്തിലെ അപ്ഡേഷൻ നടക്കുന്നതിനാൽ കാർഡ് വിതരണം താൽക്കാലികമായി വൈകുകയായിരുന്നു. ഇപ്പോൾ ആ നടപടികൾ വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അർഹരായ രോഗികൾക്ക് ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം യാത്രാ കാർഡ് വിതരണം തുടരുകയാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായവർ പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇനി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പാണ്. +1 പ്രവേശനം നേടിയ ശേഷം സ്കൂൾ മാറ്റമോ കോമ്പിനേഷൻ മാറ്റമോ ആവശ്യമുള്ളവർക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. മെറിറ്റ് വിഭാഗത്തിലും സ്പോർട്സ് കോട്ടയിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാകാം. അവസാന തീയതി വരെ കാത്തിരിക്കാതെ അപേക്ഷ പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അപേക്ഷയുടെ നില പിന്നീട് പരിശോധിക്കുകയും ആവശ്യമായ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇനി നിരവധി കുടുംബങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വരാം. ലൈഫ് മിഷൻ ഭവന പദ്ധതി. സുരക്ഷിതമായ വീടില്ലാത്ത അർഹരായ കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ലൈഫ് മിഷൻ പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ഭവന പദ്ധതികളിൽ ഒന്നാണ്. സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്കും താമസിക്കുന്ന വീട് വാസയോഗ്യമല്ലാത്തവർക്കും സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക നടപടിക്രമങ്ങളിലൂടെയാണ് ഇത് നടക്കുന്നത്. ആർക്കൊക്കെ മുൻഗണന ലഭിക്കും? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അതുപോലെ വീടില്ലാത്തവർ, താമസിക്കുന്ന വീട് അപകടാവസ്ഥയിലുള്ളവർ, സർക്കാർ നിശ്ചയിക്കുന്ന മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കായിരിക്കും ഈ അർഹതാ മുൻഗണന ലഭിക്കുക. ഇവർക്ക് മുൻഗണന ലഭിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി വിവിധ ഘട്ടങ്ങളിലായി പരിശോധനകൾ നടക്കും. അപേക്ഷകന്റെ വിവരങ്ങൾ പരിശോധിക്കും. വരുമാന വിവരങ്ങൾ പരിശോധിക്കും. ഭൂമിയുടെ വിവരങ്ങൾ പരിശോധിക്കും. തദ്ദേശ സ്ഥാപനത്തിന്റെ പരിശോധന നടക്കും. അതിനുശേഷമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുക.
പലരും ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. ഓൺലൈനിൽ അപേക്ഷിക്കാമോ എന്നുള്ള കാര്യം. പൊതുവെ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവിടങ്ങളിലാണ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടാം, പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിക്കാം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. ആവശ്യമായ രേഖകൾ ഓരോ സാഹചര്യത്തിലും രേഖകൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. സാധാരണയായി ആവശ്യപ്പെടുന്ന രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് സർക്കാർ നിർദ്ദേശിക്കുന്ന രേഖകൾ സമർപ്പിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് സ്ഥിരീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈഫ് മിഷനിൽ പേര് ചേർക്കാമെന്ന് പറഞ്ഞോ, വീട് ഉറപ്പായും ലഭ്യമാക്കുക എന്ന് പറഞ്ഞോ, വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണം ആവശ്യപ്പെടുന്ന, വീട് നൽകാമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുത്. സർക്കാർ പദ്ധതികളിൽ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടക്കുന്നത്. ഇടനിലക്കാർക്ക് പണം നൽകേണ്ട ആവശ്യമില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുക. ഇനി ഇപ്പോൾ അതുമാത്രമല്ല, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും പഞ്ചായത്ത് മുഖേന നടക്കുന്നുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ, അതായത് മേൽക്കൂര നിർമ്മാണം, അതുപോലെ വീട് വിളിച്ചുള്ളവർക്കെല്ലാം സഹായങ്ങൾ നൽകുന്നുണ്ട്. 75,000 രൂപ വരെ പല പഞ്ചായത്തുകളിലും സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തുമായി കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പ്രധാനമായും പെൻഷൻ ലഭിച്ചെങ്കിൽ ലഭിച്ചു എന്നും ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചില്ല എന്നും കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. നന്ദി, നമസ്കാരം.